ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ് എവറിബഡി. സോ ഇന്ന് നമ്മുടെ മാർക്കറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ ട്രേഡ് ചെയ്തിരുന്നോ? ഞാനിന്ന് ഐ ടോൾഡ് യു HDFC ബാങ്ക് ആസ് എ ഡേ ട്രേഡ്. പക്ഷേ HDFC ബാങ്ക് കുറച്ച് ഞാൻ പറഞ്ഞാലും കുറച്ച് ലിഫ്റ്റഡ് കുറച്ച് കയറിയിരുന്നു. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് നല്ലൊരു സ്റ്റോക്കിനെ കുറിച്ചിട്ടാണ്. ഈ സ്റ്റോക്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റോക്കിനെ കുറിച്ച് നമുക്ക് നേരിട്ട് സ്റ്റാർട്ട്. ഇതിന്റെ പേര് വെച്ചാൽ പോണ്ടി ഓക്സൈഡ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ് മാനുഫാക്ചേഴ്സ്. ഇത് 1995 തമിഴ്നാട് ബേസ് ചെയ്തൊരു കമ്പനിയാണ്. ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ലെഡ് മെറ്റൽ ആൻഡ് അലോയ്സ് ആൻഡ് അതർ നോൺ ഫെറസ് മെറ്റൽ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ ഞാൻ ഈ കമ്പനിയുടെ ഈ ഒരു റീസൈക്ലിംഗ് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ ഇവരെന്താ കമ്പനിയുടെ മിഷൻ എന്ന് വെച്ചാൽ അവർക്ക് ലോകത്തിലെ 5 കമ്പനികളാണ് ഈ റീസൈക്ലിംഗിൽ 2027 ദേ വിൽ ബി ദി വൺ എമോങ് ദി ടോപ്പ് 5 കമ്പനീസ് ഇൻ ദ വേൾഡ്. അങ്ങനെ ഒരു മിഷനുള്ള ഒരു കമ്പനിയാണ്, ഒരു വിഷൻ. സോ ദാറ്റ് ഈസ് ഗുഡ്, അങ്ങനെ ആയിരിക്കണം കമ്പനികൾ. പിന്നെ അവർ ഉദ്ദേശിക്കുന്നതായിട്ട് ദേ വാണ്ട് ടു അച്ചീവ് $1 billion ബിഫോർ ദിസ് എൻഡ് ഓഫ് ദിസ് ഡെക്കേഡ്. സോ അങ്ങനെയുള്ള ഒരു കമ്പനിയിലാണോ നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ യു വിൽ ഓൾസോ ഗ്രോ. എന്തുകൊണ്ട് ഞാൻ ഗ്രോ എന്ന് പറയാന്ന് വെച്ചാൽ ഈ സ്റ്റോക്ക് ദാറ്റ് മീൻസ് പോണ്ടി ഓക്സൈഡ്സ് ലിമിറ്റഡ് ഡിസംബർ 2023 ഏകദേശം ഒരു നവംബർ ഡിസംബർ കഴിഞ്ഞ കൊല്ലം 2023 ആ സ്റ്റോക്ക് ട്രേഡ് ചെയ്തിരിക്കുന്നത് 436 റുപ്യയിലാണ്. ഇന്ന് അത് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഓൾമോസ്റ്റ് 1200 റുപ്യേന്റെ മുകളിലാണ്. സോ യു ക്യാൻ ജസ്റ്റ് ഇമാജിൻ എത്ര മാസം എടുത്തു, എത്ര പെർസെൻറ്റേജ് അപ്രിസിയേഷൻ നിങ്ങൾക്ക് കിട്ടിയെന്നുള്ള കാര്യം. ഇത് വെരി സ്ട്രോങ് കമ്പനി. എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ പറയാന്ന് വെച്ചാൽ, കാരണം ഈ POCL ഇൻ മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയിലാണ് ചെയ്യുന്നത്. അത് ഇന്ത്യയിലെ ലെഡ് മാനുഫാക്ചറാണ്, വലിയൊരു ലെഡ് മാനുഫാക്ചറാണ്. അപ്പോൾ അതാണ് ലെഡ് അലോയ്സ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. അതിൻ്റെ കോർ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ലെഡ് അലോയ്സ് ആണ്. അത് എവിടെ ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മൾ ലെഡ് ആസിഡ് ബാറ്ററിയാണ്. ഇപ്പോൾ ഈ ബാറ്ററി റവല്യൂഷൻ വരുന്നതുകൊണ്ട് ഈ ബാറ്ററി ലെഡ് ആസിഡ് ബാറ്ററി ആണല്ലോ ഒരുവിധം എല്ലാ കാറിലും ഉപയോഗിക്കുന്ന ഈ ലെഡ് ആസിഡ് ബാറ്ററിയാണ് നമ്മളെ കാറിലൊക്കെ. അപ്പൊ ഇനി വരാൻ പോകുന്ന ഇലക്ട്രിക് കാറിലും എല്ലാം ബാറ്ററി തന്നെയാണല്ലോ. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ സ്ക്രാപ്പ് എടുത്തിട്ട് ലെഡ്, അലുമിനിയം, കോപ്പർ ഇങ്ങനെ എക്സ്ട്രാക്ട് ചെയ്താണ് പരിപാടി. അപ്പോൾ ഇവർക്ക് പല മെറ്റലും ഉണ്ട്. അലുമിനിയം, മെറ്റൽ, കോപ്പർ ആൻഡ് അലോയ്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ഇവർക്ക് സ്മെൽറ്ററിംഗ് പ്ലാന്റ് ഉണ്ട്. ലെഡ് ആസിഡ് ബാറ്ററി സ്ക്രാപ്പ് ലെഡ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്മെൽറ്റർ പ്ലാന്റ് ഉണ്ട്. പിന്നെ അവര് സിങ്ക് മെറ്റലും സിങ്ക് ഓക്സൈഡും ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞു. അവർ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് ഉള്ളത് ശ്രീപെരമ്പത്തൂർ തമിഴ്നാട്ടില്, പിന്നെ ഉള്ളത് തിരുവള്ളൂർ ഡിസ്ട്രിക്ട് തമിഴ്നാട്ടിലുണ്ട്. അവർ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി 1.32 lakh tons per annum ഓഫ് ഫിനിഷ് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരിപ്പം POCL തമിഴ്നാട് ഗവൺമെന്റ് ആയിട്ട് ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ചെയ്തിട്ടുണ്ട്. എല്ലാ റീസൈക്ലിംഗ് ചെയ്യുന്ന ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ചെയ്തിട്ടുണ്ട്. ഇവരെ മെയിൻ സപ്ലൈസ് ആരൊക്കെയാന്ന് വെച്ചാൽ അമര രാജ ബാറ്ററി, സി ബാങ്ക് ഗ്ലോബൽ ബാറ്ററി, ഗ്ലെൻകോർ ഇന്റർനാഷണൽ IG ഒക്കെ വലിയ വലിയ കമ്പനിക്കൊക്കെ ഇവരെ റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്തൊരു കമ്പനിയാണ്. സോ ഇതാണ് ഈ കമ്പനീനെ കുറിച്ചുള്ള ഒരു ജനറൽ ഇൻട്രഡക്ഷൻ. ഇനി നമ്മളെ നമ്പറിലേക്ക് പോകാന്ന് വെച്ചാൽ ഇത് എത്ര മാർക്കറ്റ് ക്യാപ്പ് ഉണ്ടെന്ന് വെച്ചാൽ 1552 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ്. അപ്പൊ നോക്കുന്ന സമയത്ത് ഞാൻ നോക്കുന്നത് സ്റ്റോക്ക് പി നോക്കുന്നത്, ഇൻഡസ്ട്രി പി നോക്കുന്നത്, സ്റ്റോക്ക് പി സ്റ്റിൽ ചീപ്പറാന്ന് എനിക്ക് തോന്നുന്നത്. കാരണം 32.7 ഉള്ളൂ സ്റ്റോക്ക് പി. കറണ്ട് പ്രൈസ് 1231. അത് ഓൾ ടൈം ഹൈയിലുള്ളത് സ്റ്റോക്ക് ഇന്ന്. വേണമെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് നോക്കാം. പക്ഷെ ഇതൊന്നും കറക്റ്റ് ചെയ്തിട്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും നിങ്ങൾ കറക്ഷനിൽ കിട്ടുമോ നോക്ക്. കിട്ടുമെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു ബൈ. യു കനോട്ട് ബൈ എ പ്രോഡക്റ്റ് ടുഡേ ഫോർ യെസ്റ്റർഡേസ് പ്രൈസ്. അങ്ങനെ തന്നെ നിങ്ങൾക്ക് മാർക്കറ്റില് നമ്മൾ വിചാരിക്കും എനിക്ക് പണ്ട് ഞാൻ 50 റുപ്യേന്റെ പെട്രോൾ അടിച്ചിട്ടാണ് എന്റെ കാർ ഓടിച്ചത്, എനിക്ക് 50 റുപ്യ വരട്ടെ, ഇനി ഞാൻ 50 റുപ്യ വന്നാലും എന്റെ കാർ ഇനി പെട്രോൾ അടിക്കുന്ന വിചാരിച്ചിരിക്കുന്ന കൂട്ടർ കുറെ ആൾക്കാരുണ്ട് ഇവിടെ. അപ്പോൾ അവർക്ക് ഞാൻ ഐ വിഷ് ദം ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഫേസ് വാല്യൂ ഇതിന് 10 റുപ്യന്റെ ആണ്. പ്രൈസ് ടു ബുക്ക് വാല്യൂ 4.37. അത് വലിയൊരു ഇതായിട്ട് തോന്നുന്നില്ല എനിക്ക്. പിന്നെ ഈ കമ്പനിക്ക് ഇഷ്ടംപോലെ ക്യാഷ് ഫ്ലോ ഉണ്ട്. 12.6 കോടി ഫ്രീ ക്യാഷ് ഫ്ലോ ഉണ്ട്. ഫ്രീ ക്യാഷ് ഫ്ലോ 3 കൊല്ലം എടുക്കുകയാണെങ്കിൽ 94 കോടിയോളം ക്യാഷ് ഫ്ലോ ആണ്. കറണ്ട് അസറ്റ് 257 കോടി, ലയബിലിറ്റി 115 കോടി. എല്ലാം കൊണ്ടും ഞാൻ ഈ കമ്പനിയെ നല്ലൊരു കമ്പനിയെ കാണുന്നത്. നിങ്ങൾക്ക്
ഇത് കുറച്ചൊന്ന് കറക്റ്റ് ചെയ്യാൻ തോന്നുന്നു. ഒരു വെയിറ്റ് ചെയ്ത് നോക്കാം, 2 ദിവസം വെയിറ്റ് ഇടയിൽ കിട്ടുന്ന നോക്കാം. പക്ഷേ ഇത് ഭയങ്കര ഒരു ഗ്രോത്ത് കാണിച്ചേക്കാം. നിങ്ങൾ നോക്ക് 460 റുപ്യെന്ന് ഒരു കഴിഞ്ഞ നവംബറിൽ ഉണ്ടായ ഒരു കമ്പനി ഇന്നിപ്പോൾ 1233 റുപ്യ. കാരണം എനിക്ക് തോന്നുന്നു ഈ ബാറ്ററി കമ്പനികളൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം നമ്മളേക്ക് ഇപ്പൊ ഈ സോളാർ എനർജി വരുന്നുണ്ട്. ഇപ്പൊ ഈ ഗവൺമെന്റ് വലിയ സോളാർ എനർജി പ്രൊമോട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഈ സോളാർ എനർജി ഈ സ്റ്റോറി ഉണ്ടെങ്കിൽ അതിന് ഇത് വേണം, ഏത് നമ്മളെ ബാറ്ററി വേണം. അപ്പൊ ഈ ബാറ്ററി ഉണ്ടെങ്കിൽ സ്റ്റോറി വരും. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഇലക്ട്രിസിറ്റി ബോർഡ് വെറുതെ പൈസ കൊടുത്ത് അവർക്ക് കൊടുക്കേണ്ടത്. നമുക്ക് സ്റ്റോറേജ് ഉപയോഗിക്കണമെങ്കിൽ ബാറ്ററി വേണം. അതുപോലെ ഇലക്ട്രിക് കാർസിന് ബാറ്ററി വേണം, ഇലക്ട്രിക് സ്കൂട്ടറിന് ബാറ്ററി വേണം. പിന്നെ നമ്മളെ വീട്ടിലെ ഇൻവേർട്ടർ തൊട്ടിട്ട് ബാക്കി എല്ലാത്തിനും മൊബൈൽ, ബാക്കി എല്ലാത്തിനും ബാറ്ററി. ഇപ്പൊ മൊബൈലിന്റെ ബാറ്ററി അല്ല, ലെഡ് ആസിഡ് ബാറ്ററി. ഇപ്പോൾ ലെഡ് ഇല്ലാണ്ട് ബാറ്ററി ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ലെഡ് സൾഫ്യൂരിക് ആസിഡിൽ മുക്കി വെക്കുമ്പോൾ ഈ ഇലക്ട്രിക് കറണ്ട് ഉണ്ടാകുന്നില്ല, നമ്മൾ പണ്ട് പഠിച്ചിരുന്നല്ലോ. അപ്പോൾ അത് ഈ ലെഡ് ആസിഡ് ബാറ്ററി ഉണ്ടാക്കുന്ന ഒരു കമ്പനി. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റോക്ക് ഞാൻ കാണുന്ന ഒരു നല്ലൊരു സ്ട്രോങ് സ്റ്റോക്കാണ്, പോണ്ടി ഓക്സൈഡ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ്. അതൊന്ന് നിങ്ങൾ വാച്ച് ചെയ്യുക. ഇതൊരു ബൈ റെക്കമെൻഡേഷനോ സെൽ റെക്കമെൻഡേഷനോ അല്ല. ഇത് നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വാങ്ങിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. സോ ദിസ് എ ഗുഡ് കമ്പനി ഐ സി. പിന്നെ ഇന്ന് ഞാൻ കണ്ടത് ലാർസൻ ആൻഡ് ടൂബ്രോ റിസൾട്ട്, നല്ല റിസൾട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇന്ന് സ്റ്റോക്ക് കുറച്ച് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. 3519 റുപ്യ ലാർസൻ ആൻഡ് ടൂബ്രോ ഉണ്ടല്ലേ. നാളെ എങ്ങനെ ചെയ്ത് നോക്കാം ലാർസൻ ആൻഡ് ടൂബ്രോ. കാരണം LNT എന്താ പറയുക വെച്ചാൽ അത് ഒരു 4000 റുപ്യ വരെ പോകണം. 4000 റുപ്യൻ്റെ മുകളിൽ ഞാൻ കാണുന്ന LNT 5000 റുപ്യ പോകും കുറച്ച് ഹോൾഡ് ചെയ്താലൊക്കെ. പക്ഷേ കുറച്ച് സമയം എടുക്കും. LNT വെച്ചാൽ ഇപ്പോൾ ഉള്ളത് 3519 ഉള്ളത് ഇന്ന് കറണ്ട് പ്രൈസ് ചെയ്യുന്നത്. അപ്പോൾ റിസൾട്ടിൽ നിന്ന് നല്ല റിസൾട്ടാണ് വന്നതെന്നാണ് LNTൻ്റെ ഞാൻ കണ്ടത്. സോ അതുപോലെ ഇന്ന് മറ്റേ യൂണിലിവർ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഇന്ന് നല്ല റിസൾട്ട്. പക്ഷേ ഇന്ന് യൂണിലിവർ പെർഫോം ചെയ്യില്ല. ഇന്നലെ ഞാൻ പറഞ്ഞത് അത് മിഞ്ഞാന്ന് ആൾക്കാർ എൻകാഷ് ചെയ്ത് കഴിഞ്ഞു. 2200 റുപ്യ എല്ലാം മുകളിൽ പോയിക്കുമ്പോൾ മാർക്കറ്റ് എന്താ പറയുക, ഇപ്പോൾ ഇവന്റ് കഴിയുന്നതിന് വെയിറ്റ് ചെയ്യില്ല. ഇവന്റ് മുന്നിൽ മാർക്കറ്റ് ഇതെല്ലാം ചെയ്യും. നിങ്ങളെ ഇവന്റ് എല്ലാം കഴിയുന്നവരെ മാർക്കറ്റ് വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് മാർക്കറ്റ് വെയിറ്റ് ചെയ്ത് പൊതുവെ കാണാറില്ല. മാർക്കറ്റ് ഇവന്റ് മുന്നിൽ തന്നെ അവർ വലിയ വലിയ ആൾക്കാരൊക്കെ ആടുന്ന പൈസ എടുക്കുമായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ കണ്ടേ ഇതിൻ്റെ യൂണിലിവറിൻ്റെ. ITC ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഹീറോ ആയിരുന്നു. ITC നന്നായി ചെയ്തില്ല. ITC 2 ദിവസമായി പറഞ്ഞിരുന്നു ITCൻ്റെ. പിന്നെ എനിക്ക് വേറൊരു കമ്പനി ഇന്ന് പറയാനുള്ളത്, ഇതും നല്ലൊരു കമ്പനിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഫ് യു ക്യാൻ ജസ്റ്റ് ഹാവ് എ ലുക്ക്. ബാമർ ലോറി ഇൻവെസ്റ്റ്മെന്റ്, ഇതിപ്പം 932 റുപ്യയിൽ ചെയ്യുന്നൊരു കമ്പനിയാണ്. പക്ഷേ ഈ കമ്പനി എന്ന് വെച്ചാൽ നമ്മളെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യൻ എന്റർപ്രൈസിങ് കമ്പനിയാണ്. ഇതിന് ഞാൻ കാണുന്ന വാല്യൂഷൻ വളരെ ചീപ്പായിട്ടാണ്. ഇതിന്റെ വാല്യൂഷൻ നോക്കുക വെച്ചാൽ വളരെ ചീപ്പാണ് ഈ ബാമർ ലോറിന്റെ. ഡിവിഡൻഡ് പേ ചെയ്യുന്നുണ്ട്, 3.5% ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട് ഈ കമ്പനി. അതൊന്ന് നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ വെക്കാം. പിന്നെ ഞാൻ നിങ്ങൾ പറഞ്ഞൊരു കമ്പനികൾ ഓർമ്മയുണ്ടാവും, വസ്വാനി ഇൻഡസ്ട്രീസ്. അത് 2 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് ഞാൻ പറയുന്നത് അത് 49-50 റുപ്യയിൽ പോയി ചെയ്യുന്നുണ്ട്. ഇന്നലെ ഞാൻ മാർക്കറ്റ് കറക്റ്റ് സമയത്ത് 41 പോയിരുന്നു, 40 പോയിരുന്നു. ഇന്ന് പിന്നെ അത് 10 റുപ്യ കയറി. സോ ജസ്റ്റ് ഇമാജിൻ, നിങ്ങളൊരു 2000 ഷെയർ മേടിച്ചാൽ 3-4 റുപ്യ ഉണ്ടാകാൻ. ഇനി ഞാനത് പറഞ്ഞു, അത് നിങ്ങൾ വാച്ച് ചെയ്യുക. ആ സ്റ്റോക്ക് ഞാൻ 2 ദിവസം മുന്നിൽ പറഞ്ഞിരുന്നു ആ സ്റ്റോക്കിനെ കുറിച്ചിട്ട്. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കമ്പനി മൈൻഡ്സ് ആൻഡ് പ്ലാസ്റ്റിസൈസസ് എന്ന് പറഞ്ഞൊരു ലിമിറ്റഡ് എന്ന് പറയുന്നത് ക്യാഷ് സ്റ്റോക്ക് ആണ്. മൈൻഡ്സ് ആൻഡ് പ്ലാസ്റ്റിസൈസസ് 310 റുപ്യ ചെയ്യുന്നു. പക്ഷെ കുറച്ച് വാല്യൂഷൻ കുറച്ച് ഹൈ ആയിട്ട്, കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കമ്പനി ആയത് മൈൻഡ്സ് ആൻഡ് പ്ലാസ്റ്റിസൈസസ്. ഇത് ഒരു കെമിക്കൽ കമ്പനിയാണ്. അപ്പോൾ അത് നിങ്ങൾ വാച്ച് ചെയ്യുക. അതിൻ്റെ സ്റ്റോക്ക് P42, ഇൻഡസ്ട്രി P41 ആണ്. പക്ഷേ നല്ല സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഒക്കെ കാണിക്കുന്ന കമ്പനിയാണ്. അതൊന്ന് കറക്ഷൻ കിട്ടിയിട്ട് വാങ്ങിക്കുക. ഏകദേശം അത് ഏകദേശം ഒരു 200 ലെവലിൽ ഒരു 100 റുപ്യ താണു കഴിഞ്ഞാൽ ആണെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് മൈൻഡ്സ് ആൻഡ് പ്ലാസ്റ്റിസൈസസ്. ഇതൊക്കെയാണ് എനിക്കിന്ന് 2 സ്റ്റോക്കുകൾ പറയാനുള്ളത്. ഞാൻ 2-3 സ്റ്റോക്കുകൾ ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക. പിന്നെ പൊതുവെ ഇന്ന് നിഫ്റ്റിന്ന് കുഴപ്പമില്ല. ഒരു നിഫ്റ്റിന്ന് ക്ലോസ് ചെയ്ത് നന്നായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി മിഡ് ക്യാപ്പ് ഒന്ന് എടുക്കുക, അല്ലെങ്കിൽ നെക്സ്റ്റ് സ്മോൾ ക്യാപ്പ് എല്ലാം നന്നായി ചെയ്തിരുന്നു. നിഫ്റ്റി 100 കുറച്ച് കുറവായിരുന്നു. നിഫ്റ്റി 50 കുറച്ചൊരു ഡൗണിലാണ് ചെയ്തത്. 24,433 ഉണ്ട്. പക്ഷെ ഞാൻ കാണുന്നത് 25,000 നിഫ്റ്റി വരും ഒരു ദിവസം. ടൈം വിൽക്കാം അല്ലേ. സോ അതൊക്കെയാണ് പറയാനുള്ളത്. നാളെ നിങ്ങൾ LNTന്റെ റിസൾട്ട് നോക്കുക. അതുപോലെ SBI ലൈഫ് ഇൻഷുറൻസും അതും കുഴപ്പമില്ലാത്ത റിസൾട്ടാണ് വന്നിട്ടുള്ളത്. SBI ലൈഫ് ഇൻഷുറൻസും നാളെ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. സോ നാളത്തെ 2 സ്റ്റോക്കുകളും ഈ SBI ലൈഫ് ഇൻഷുറൻസും LNTയും 2 സ്റ്റോക്കുകൾ നോക്കുക. അപ്പോൾ again I am requesting you to subscribe my channel. So I need your support. Thank you friends.